നമുക്ക് ഒരു വളരെ അതുല്യനായ ഒരു നടനാണ് ലാലേട്ടൻ. കാരണം വളരെ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാനായിട്ട് വളരെ പ്രാപ്തിയുള്ള ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിനെ വിലയിൽ എന്നുള്ള പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് പത്മപ്രിയ കാഴ്ചയിലെത്തുമ്പോൾ ഇപ്പം അവിടെ നാട്ടുമ്പുറത്തെ ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഒരു സ്കൂളിലേക്കൊരു കുട്ടിയെ അയക്കുക, എന്തൊക്കെ പ്രോപ്പർട്ടീസാണ്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് എന്നുള്ളത് നമ്മളാണ് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അതുപോലെ ആ ഒരു കൊറിയോഗ്രാഫി, ഒരു ആക്ഷൻ്റെ ഒരു കൊറിയോഗ്രാഫി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ കാഴ്ച മുതൽ ആടുജീവിതം വരെ എത്തി നിൽക്കുമ്പോൾ ഇപ്പോഴും ഞാനൊരു കാഴ്ചയുടെ ആദ്യ സിനിമയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഓരോ സിനിമയും എനിക്ക് ആദ്യ സിനിമ പോലെയാണ്. അപ്പോൾ അങ്ങനെ ഇതിനെ ഒരു വിലയിരുത്തുന്ന തരത്തിലേക്കൊന്നും ഞാനങ്ങനെ അതിനെ നോക്കി കാണുന്നില്ല. ആഹ്ലാദപൂർണ്ണമായി ഈ സുദിനത്തിൽ ഇന്ന് നമുക്കൊപ്പം ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറിയ ശ്രീ ബ്ലെസ് സാറുണ്ട്. സാറിൻ്റെ സിനിമാ വിശേഷങ്ങൾ. നമസ്കാരം സാർ. നമസ്കാരം. അതോടൊപ്പം തന്നെ സാറ് ആദ്യമായി ചെയ്ത ഏറ്റവും ദൈർഘ്യമേറിയ നാഷണൽ അവാർഡ് വിന്നർ എന്നതിലുപരി ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ഷോർട്ട് ഫിലിം 48 hours ക്രിസോസോം, അത് നമുക്ക് വേണ്ടി സമർപ്പിക്കേണ്ടായി. അതിൽ അദ്ദേഹത്തിന് ഗിന്നസ് റെക്കോർഡ് കിട്ടുകയുണ്ടായി. സാർ എങ്ങനെയാണ് സാറ് പത്മരാജൻ എന്ന സംവിധായകൻ്റെ അടുത്ത് അങ്ങ് എത്തിച്ചേർന്നും അതിന് എന്നും എങ്ങനെയാണ് സാറിന് പത്മരാജൻ സാറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തു തുടങ്ങിയ ആ സിനിമാ ജീവിതത്തിൽ ബ്ലെസ്സി എന്ന സംവിധാനത്തിലേക്ക് എത്താൻ എത്ര കാലമെടുത്തു? അതിനെ എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? എൻ്റെ ജീവിതത്തിലെ സിനിമാ കരിയറിലെ ഏറ്റവും വലിയ സന്തോഷവും അനുഗ്രഹവും പത്മനാഭൻ സാറിൻ്റെ ശിഷ്യനായി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു ഗുരുമുഖത്വം നമ്മൾ ഒരുപാടാണ് എല്ലാം പഠിച്ചത്, അല്ലെങ്കിൽ എല്ലാത്തിലേക്കുള്ള യാത്ര അദ്ദേഹത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കാരണം ബേസിക്കലി ഞാനൊരു റൈറ്ററായിരുന്നില്ല. ഞാൻ അങ്ങനെ മുമ്പ് വലുതായിട്ട് എഴുതിയിട്ടുള്ള ആളല്ല. പക്ഷേ സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ എഴുതാറുള്ളത്. ഇതിനൊക്കെയുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് പത്മനാഭൻ സാറ് തന്നെയാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു സാറിൻ്റെ രീതിയിലുള്ള സിനിമയോടുള്ള സമീപനം, സ്ക്രീൻ പ്ലേയുടെ സാധ്യതകൾ, ഇതൊക്കെ പ്രത്യേകിച്ച് കഥയും കഥാപാത്രവും ഒക്കെ കഥ എങ്ങനെയാണ് ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കേണ്ടത്, പറയേണ്ടത് എന്നൊക്കെ ഉള്ളതിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ഒരു 7 സിനിമ ഞാൻ സാറിനോടൊപ്പം അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഈ 7 സിനിമകളിലും വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടെ സഞ്ചരിക്കാൻ സാധിച്ചു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. സാറ് അഡാപ്റ്റിംഗ് റൈറ്റർ കൂടിയാണ്. സാറിന് തന്മാത്രയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, നല്ല റൈറ്റർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്, നല്ല ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അഡാപ്റ്റിംഗ് റൈറ്റർ എന്നുള്ളത് എന്താ പറയുക, സാറിൽ നിന്ന് പകർന്നു കിട്ടിയ ഒരു ഇതാണോ സാറ്? അങ്ങനെയല്ല. 2 സിനിമ, ഇപ്പം തന്മാത്ര എന്ന സിനിമ ഓർമ്മ എന്ന സാറിൻ്റെ ഒരു ചെറുകഥയിൽ നിന്നാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. പക്ഷെങ്കിൽ അത് ആ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം അനന്തപത്മനാഭനും ചേച്ചിയും ഒക്കെ പറഞ്ഞത് കഥ എന്നുള്ള രീതിയിൽ അത് വേണ്ട, ഒരു ഇൻസ്പയർ ചെയ്തു എന്നുള്ള രീതിയിൽ മാത്രം മതി. കാരണം അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് കഥ സഞ്ചരിക്കുന്നത്. അതിൻ്റെ അകത്തുനിന്ന് ഒരു മെയിൻ എലമെൻറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേങ്കിലും കഥ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു ഡിഫറെൻറ്റ് ജോണറിൽ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനെ അങ്ങനെ കരുതിയിരുന്നത്. ഇപ്പോൾ ഈ ആടുജീവിതത്തിലേക്ക് എത്തുമ്പം ആടുജീവിതം പക്ഷെങ്കിൽ അങ്ങനെയല്ല. ഒരു ആദ്യമധ്യാന്തം, ഒരു തുടക്കം മുതൽ അവസാനം വരെ കഥയുടെ എല്ലാ സ്ട്രക്ചറും നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ തിരക്കഥ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കണം, ഏതെല്ലാം കാര്യങ്ങൾ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ പകരം ഏതെല്ലാം സീനുകളുണ്ടാവണം എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഏറെ വായിക്കപ്പെട്ടിട്ടുള്ളൊരു പുസ്തകം, ഏറെ ആൾക്കാർ മലയാളികളുടെ ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയ ദൃശ്യ സാധ്യതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വായിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യും കൂടെയൊക്കെയാണല്ലോ. അങ്ങനെ എല്ലാവരുടെ മനസ്സിൽ ഓരോ വിഷ്വലുകളും ബിംബങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ കഥയുണ്ട്, കഥ പറയുന്ന രീതിയുണ്ട്.
അതിനെയൊക്കെ ോടൊപ്പം ചേരുന്നതോ അല്ലെങ്കിൽ അതിനൊക്കെ കൂടുതൽ മെച്ചമായതോ അവസ്ഥയിലേക്ക് സിനിമ കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടുജീവിതം നിന്ന് ഒരു നോവലിൽ നിന്നൊരു സിനിമയുണ്ടാക്കുക എന്നുള്ള അതിൻ്റെ ഒരു രചനയുടെ രീതി തന്നെയായിരുന്നു, അല്ലെങ്കിൽ ആ സമയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിന് അംഗീകാരം ലഭിച്ചതിൻ്റെ അകത്ത് സന്തോഷം. വളരെ സന്തോഷം. ഇത്രയും നല്ലൊരു സംസ്ഥാനം അല്ലെ, നല്ലൊരു രീതിയിൽ കിട്ടി. അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു സാറിന്? തീർച്ചയായിട്ടും അത് വളരെ ഡിസേർവിങ് ആയിട്ടുള്ള പ്രകടനമാണ് പൃഥ്വിരാജിൻ്റെ നിന്നുണ്ടായിട്ടുള്ളത്. അപ്പം അത് എന്താ പറയുക, എല്ലാവരും മലയാളികളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന അതിനപ്പുറമായിട്ടൊരു ഓപ്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല മലയാളത്തിൽ ആ ഒരു ഇതിൽ. അപ്പം ഒരുപാട് അതിൻ്റെ ഒരു നടന് ലഭിക്കാവുന്ന എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രകടനമാണ്. പ്രത്യേകിച്ച് ഒരു സാധാരണ ഒരു കൊമേഴ്ഷ്യൽ സിനിമകളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പോപ്പുലർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും കാലം ഡെഡിക്കേറ്റ് ചെയ്ത് തൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഉൾപ്പെടെയുള്ള ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് മാത്രമല്ല അതിനൊരു അവാർഡ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അഭിനയത്തിൻ്റെ ഒരു ആളുടെ വ്യത്യസ്തമായ 3-4 തലങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. അദ്ദേഹം കുടുംബവുമായിട്ട് നിന്നപ്പോഴുണ്ടായിരുന്ന ഒരവസ്ഥ, പ്രതീക്ഷയോടുകൂടി ഈ ഒരു ഗൾഫ് മേഖലയിലേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നിസ്സഹായത, പിന്നെ അതിലേക്ക് മെർജായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അപ്പം പിന്നീട് ഈ മൃഗങ്ങളോടൊപ്പം ഒരാളായി മാറുന്ന ഒരു ജീവിതം, പലപ്പോഴും സംസാരവും പെരുമാറ്റവും ഒക്കെ അത്തരത്തിലേക്ക് ഒരു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പം ഇതൊക്കെ വളരെ സൂക്ഷ്മാംശമായിട്ട് പഠനത്തിന് വിധേയമാകേണ്ടിയാണ്. അത് പറഞ്ഞപ്പോഴേ ഈ സാറിൻ്റെ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് ഒരു മൂളൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നോട്ടം കൊണ്ട് പോലും പ്രേക്ഷകനെ സിനിമ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു സംഭവം. അതൊരു ബ്ലസ്സി സ്റ്റൈലാണോ അതോ സാർ അത് ബോധപൂർവം ചെയ്യുന്നതാണെന്നറിയാം. അതെങ്ങനെയാണ് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നത്? അതിനെക്കുറിച്ച് ഇതൊക്കെ എനിക്ക് ആക്ച്വലി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം പ്രേക്ഷകരിലേക്ക് എങ്ങനെയാണ് ഞാൻ ചേർന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അതിൻ്റെ അനുഭവങ്ങൾ അറിയുന്ന പ്രേക്ഷകർക്കാണ് പറയാൻ പറ്റുക. അല്ല, ഞാൻ അങ്ങയുടെ ഒരു ആരാധകനാണ്. അങ്ങയുടെ സിനിമ കാഴ്ച മുതൽ ഇങ്ങോട്ടുള്ള സിനിമകളെല്ലാം കണ്ടിട്ടുണ്ട്. സാറേ, ഞാനൊന്നും ഇപ്പോഴത്തെ ഒരു ഇന്ന് ടെക്നോളജി ഒരുപാട് വളർന്ന് അതിൻ്റേതായ രീതിയിൽ നിൽക്കുന്നു. പണ്ട് സാറ് ഭ്രമണം ചെയ്ത സമയത്ത് ലാൽ സാറ് കാർ ഡ്രൈവ് ചെയ്തിട്ട് വരുമ്പം ആ എന്താ പറയുക, പ്രൊഫൈലിൽ നിന്ന് ഇങ്ങനെ കറങ്ങി വരുന്ന ഒരു ഷോട്ടുണ്ട്. അത് പ്രൊഫൈലിൽ നിന്ന് ഇങ്ങനെ കറങ്ങി ഡ്രൈവ് ചെയ്ത് അതേ ലൈവിൽ തന്നെ കറങ്ങി ടുവാർഡ്സ് ലാൽ സാറിലേക്ക് ഇങ്ങനെ പോകുന്നു. ആ ഷോട്ട് അന്ന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് എടുത്തേക്കുന്നത്. കാരണം വാക്വം ബേസിലോ ഒന്നുമല്ല. ഞാൻ സാറിനോട് അന്ന് ഒരു പ്രാവശ്യം സാറിനോട് വിളിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പം അന്നത്തെ ടെക്നോളജിയും ഇന്നത്തെ ടെക്നോളജിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പം ഇന്നത്തെ ടെക്നോളജിയെക്കുറിച്ച് അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? ഇപ്പോൾ കുറച്ചുകൂടെ സിനിമ ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് പറ്റുന്നില്ലേ ഷൂട്ട് ചെയ്യാൻ? നിങ്ങളെല്ലാം ഈ ധർമ്മ പ്രൊഡക്ഷൻസിൽ നിന്ന് പൃഥ്വിരാജ് ഒരു ഹിന്ദി സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ അവിടുത്തെ ഡയറക്ടർ ഈ ഷോട്ട് കണ്ടിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്തതെന്ന് വിളിച്ച് ചോദിച്ചു. ഞാൻ സാറിന് ഓർമ്മയുണ്ടോ എന്നറിയത്തിൽ തന്മത്ര കുറേ നാളെ വെറ്റ് വെച്ചു രാത്രി 10:30 സാറിനെ ഞാൻ ഫോൺ വിളിച്ചത്. അന്ന് മുതൽ അതിനു മുമ്പ് മുതലേ നമുക്ക് ആരാധനയുണ്ട്. അങ്ങയുടെ അപ്പനെന്ന് വെച്ചാൽ ആ സമയത്ത് വിളിക്കുന്നത് ശരിയാണോ. എന്നിട്ട് സാറ് കിടന്നിട്ടുണ്ടായിരുന്നില്ല, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ദിലീപ് ഇങ്ങനെയാണ് എന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നിന്നും പിന്നെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലേക്ക് ഫസ്റ്റ് ലൈഫിലേക്ക് എത്തി. ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ സിനിമ ഒരു ഷൂട്ട് ചെയ്യാൻ കുറച്ച് ഈസി ആയിട്ട് തോന്നിയിട്ടില്ല ഇപ്പോഴത്തെ ഒരു ടെക്നോളജി ബേസിൽ. അന്ന് അത്രയും എക്സ്ട്രാ ഇതൊക്കെ വെച്ചിട്ടാണ് സാർ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പം സാർ എങ്ങനെ നോക്കി കാണുന്നു അതിനെ? എൻ്റെ ഇതിന് മുമ്പുള്ള കളിമണ്ണിന് മുമ്പുള്ള പ്രണയം വരെയുള്ള എല്ലാ സിനിമകളിലും ഫിലിമിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിജിറ്റൽ ഷൂട്ടിങ് ചെയ്യുന്ന എൻ്റെ 2ാമത്തെ സിനിമയാണിത്. അപ്പം സാങ്കേതികമായിട്ട് സിനിമ ഡിജിറ്റലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട്
മാറ്റവും വളർച്ചയും സാധ്യതകളും ഒക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഒപ്പം തന്നെ നമുക്ക് ലോ ലൈറ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഒക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം അതൊക്കെ അതിൻ്റെ സാധ്യതകളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമയും ഷൂട്ട് ചെയ്തത്. ഈ സിനിമയിൽ തന്നെ ആദ്യ സമയത്ത് ഉപയോഗിച്ച ക്യാമറയെക്കാട്ടും വീണ്ടും അഡ്വാൻസ് ആയിട്ടുള്ള മിനി LFLൊക്കെ വന്നു എന്ന് പറയുമ്പോൾ ഈ സിനിമയിൽ തന്നെ 2 ക്യാമറയാണ്, 2 പാറ്റേൺ ഓഫ് ക്യാമറയാണ് ക്വാളിറ്റി വൈസ് ഒക്കെ ശ്രമിച്ചിട്ടുള്ളത്. അത് പക്ഷെങ്കിൽ ഇതിൻ്റെ ഓരോ ഷെഡ്യൂളുകളിലും വ്യത്യസ്തമായ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ആ രീതിയിൽ അത് മാച്ച് ചെയ്യപ്പെടുകയാണ്. സാറ് സിനിമ ചിലപ്പോൾ നമ്മളെല്ലാവരും ഓർഡറിലാണ്, ഇപ്പോൾ ആദ്യത്തെ സീനായിരിക്കും എടുക്കുന്ന, അല്ലെങ്കിൽ കുറേ ചാർട്ട് ചെയ്യുമ്പോൾ സാറ് സിനിമ എടുക്കുന്ന രീതി എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാം. സിനിമ എടുക്കുന്ന രീതി മീൻസ് ഈ കഥാപാത്രങ്ങളുടെ കാര്യത്തിലല്ല ഞാൻ ചോദിച്ചത്, സാറിൻ്റെതായ റേഞ്ചിൽ എങ്ങനെയാണ് സാറ് സിനിമ എടുക്കുന്നത്? ഇപ്പോൾ ആദ്യത്തെ ചിലപ്പം അവസാനത്തെ സീനായിരിക്കും ചിലപ്പോൾ എടുക്കുക, ചിലപ്പം ഓർഡറിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ എങ്ങനെയാണ് സാറിൻ്റെ ഒരു അല്ല, ഈ എല്ലാ സിനിമയ്ക്കും ഒരു പാറ്റേൺ കാണും. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് കൂടുതലും നമ്മൾ അതിൻ്റെ ഓർഡറിൽ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കുണ്ടാകുന്ന, ഈ കഥാപാത്രത്തിനുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷനുണ്ട്. അപ്പോൾ അതിൻ്റെ ശരീരത്തിൻ്റെ ഭാരം, മുടി, താടി, ഇതിൻ്റെയൊക്കെ വളർച്ച, ഇതൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് ഇത് ഓൾമോസ്റ്റ് ഒരു ഓർഡർ വേണമെങ്കിൽ എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സാധാരണ സിനിമകൾ അങ്ങനെ സംഭവിക്കണമെന്നില്ല. സാർ ഈ പറഞ്ഞു ഞാൻ നേരത്തെ ചോദിച്ച സംഭാഷണങ്ങൾ ചെറിയ നോട്ടം കൊണ്ട് പോലും കൂട്ടിക്കൊണ്ടുവരുന്നതും ഈ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും അല്ലേ? ഈ കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ബ്ലെസ്സിയുടെ സ്വയം എങ്ങനെയാണ് അങ്ങ് ഒന്ന് വിലയിരുത്തുന്നത്? അതിനെക്കുറിച്ച് ഞാൻ കാഴ്ച മുതൽ ആടുജീവിതം വരെ എത്തി നിൽക്കുമ്പോൾ ഇപ്പോഴും ഞാനൊരു കാഴ്ചയുടെ ആദ്യ സിനിമയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഓരോ സിനിമയും എനിക്ക് ആദ്യ സിനിമ പോലെയാണ്. അപ്പോൾ അങ്ങനെ ഇതിനെ ഒരു വിലയിരുത്തുന്ന തരത്തിലേക്കൊന്നും ഞാനങ്ങനെ അതിനെ നോക്കി കാണുന്നില്ല. കാരണം ഇതെല്ലാം വിലയിരുത്തലുകൾ നടത്തേണ്ടത് ഞാനല്ല, കാരണം പ്രേക്ഷകർ. കാരണം നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുക, നമുക്കിത് തോന്നുക ഭയങ്കര നന്നായി, അല്ലെങ്കിൽ വലിയ മെച്ചമായി, അല്ലെങ്കിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ മോശമായിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ അനാവശ്യമായിട്ട് നമ്മുടെ മനസ്സിനെ തകർക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഏറ്റവും ഫ്രഷാകാനായിട്ട് ശ്രമിക്കുക. ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് ഒരുപാട് ദൂരം ഉണ്ടാവുക, അല്ലെന്നുണ്ടെങ്കിൽ വ്യത്യസ്തത പുലർത്താൻ ശ്രമിക്കുക. അപ്പോഴാണ് ഓരോ സിനിമയും മറ്റൊരു സിനിമയെക്കാട്ടും വ്യത്യസ്തമാകുന്നത്. വ്യത്യസ്തവും മികച്ചതുമാണല്ലേ ഒന്നിൽ നിന്ന്. ഇപ്പോൾ സാർ 18 വർഷത്തോളം അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. പക്ഷേ സാറ് ഇപ്പോൾ ഒരു കഥ രൂപപ്പെടുത്താൻ അപ്പോൾ ആ ഒരു കാലതാമസത്തിന് വേണ്ടിയിട്ടാണോ ഒരു സിനിമ കഴിഞ്ഞൊരു ഗ്യാപ്പ് ഇടുന്നത്? നമുക്ക് അറിയില്ലല്ലോ. ഇപ്പം മാർച്ചിൽ റിലീസ് ചെയ്ത സിനിമ ഇപ്പം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഇപ്പം എത്ര 4-5 മാസമായില്ലേ? അപ്പം ഞാനിപ്പോഴും ഈ സിനിമയിൽ തന്നെ നിൽക്കുക, ആടുജീവിതത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഇപ്പം വേണ്ട 5 മാസമായി. അതിനിപ്പോൾ ഒരു 6 മാസം ആയാലും ഇതിനകത്ത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അടുത്തൊരു സിനിമയിലേക്ക് കയറാൻ അങ്ങനെയാണ് താമസം ഉണ്ടാവുന്നത്. ഒരു ഈ ക്യാരക്ടർ ഇപ്പം എന്താ പറയുക, ഒരു മലയാളത്തിൻ്റെ മലയാളം ബ്രാൻഡ് ശ്രീ ഇന്ത്യൻ സിനിമയുടെ അത്ഭുതം മോഹൻലാൽ സാറ്. അപ്പോൾ സാറിനോട് പേഴ്സണലായിട്ട് ചോദിക്കുന്ന ഒരു ഇതാണ്, ഒരു ഡയറക്ടർ ആക്ടറായിട്ടാണോ ഫീൽ ചെയ്തിരിക്കുന്നത്? കംപ്ലീറ്റ് ആക്ടറാണ്. അപ്പോൾ സാറിന് എങ്ങനെയാണ് സാറത് അദ്ദേഹത്തെ വിലയിരുത്തുന്നത്? നമുക്ക് ഒരു വളരെ അതുല്യനായ ഒരു നടനാണ് ലാലേട്ടൻ. കാരണം വളരെ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാനായിട്ട് വളരെ പ്രാപ്തിയുള്ള ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിനെ വിലയിരുത്തുക എന്ന് പറയുന്നത് തന്നെ ചെറിയ കാര്യമാണ്. കാരണം വിലയിരുത്തുന്നതിനും അപ്പുറമാണ് ഒരു നമ്മൾ ചിന്തിക്കുന്ന ബൗണ്ടറിക്ക് അപ്പുറമായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്ന, പക്ഷേങ്കിൽ അതിനു വേണ്ടിയുള്ള കഥയും കഥാപാത്രങ്ങളെ നമ്മളാണ് ഒരുക്കി കൊടുക്കേണ്ടത്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരുപാട് തലങ്ങളിലൂടെ അതിനെ കൊണ്ട് സഞ്ചരിക്കാൻ പറ്റുക. എനിക്ക് എൻ്റെ തോന്നൽ ശരിയാണെങ്കിൽ ഭ്രമരത്തിനകത്ത് തന്നെ ഹീറോയിന് സാറ് പല സ്ഥലങ്ങളിലും അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത്
അതെല്ലാ സംവിധായകരും ചെയ്യുമെന്ന് അറിയില്ല. സാറിന് അതിനകത്തൊരു ലൈവ് സീൻസിൻ്റെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, അത് സാറിന് എത്രത്തോളം സഹായമാണ്? സാറിന് ആ പൂർണ്ണതയിൽ എത്താൻ വേണ്ടിയിട്ട് സാധിക്കാറില്ല ഒരു പരിധി വരെ? സാറ് അഭിനയിച്ച് നമ്മൾ ഓരോരുത്തരുടെയും ഓരോ രീതിയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പം തന്നെ ഇതെങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഡയറക്ടറും കൂടെ ആയതുകൊണ്ട് ആ സീൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഇത് അഭിനയിക്കുക എന്നൊക്കെയുള്ള രീതി. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് അഭിനയിക്കുന്നു. ഇപ്പോൾ എല്ലാ സീനും അങ്ങനെ അഭിനയിക്കണമെന്നില്ല, ചിലപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. കാരണം ഞാൻ അത് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ദോഷമായിട്ടാണത് പുറത്തേക്ക് വരുന്നതെങ്കിൽ അത് കാണിക്കാതിരിക്കുന്നതല്ലേ അല്ലേ. അപ്പം അങ്ങനെ നമുക്കതിനെക്കുറിച്ച് ഏതെങ്കിലും രീതി പ്രത്യേകിച്ച് ഇപ്പം ഇപ്പം പ്രത്യേകിച്ച് പുതിയ ആൾക്കാർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഷ പരിചയമില്ലാത്തവരൊക്കെ വരുമ്പോൾ അവർക്ക് കൂടുതൽ നമ്മുടെ സാധാരണക്കാരുടെ രീതികൾ അത്ര അറിയത്തില്ല. ഇപ്പം പത്മപ്രിയ കാഴ്ചയിലെത്തുമ്പോൾ ഇപ്പം അവിടെ നാട്ടുമ്പുറത്തെ ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഒരു സ്കൂളിലേക്കൊരു കുട്ടി അയക്കുക, എന്തൊക്കെ പ്രോപ്പർട്ടീസാണ്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് എന്നുള്ളത് നമ്മളാണ് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അതുപോലെ ആ ഒരു കൊറിയോഗ്രാഫി, ഒരു ആക്ഷൻ്റെ ഒരു കൊറിയോഗ്രാഫി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പണ്ട് സിനിമ കാണാൻ ഈ പറഞ്ഞ തിയേറ്റർ മാത്രമായിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കംപ്ലീറ്റ് മൊബൈലിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അതിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണത്? അതുകൊണ്ട് അല്ല, പണ്ട് ആൾക്കാർ കണ്ടതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇപ്പം സിനിമ കാണുന്നു. ഇടക്കാലങ്ങളിൽ സിനിമ ആൾക്കാർ കാണില്ലായിരുന്നു. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ആ കാലഘട്ടത്തിനെക്കാട്ടും വ്യത്യസ്തമായി സിനിമ എല്ലാവരിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ഒരു പരിധി വരെ നല്ലതാണ്. പക്ഷെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ഒരു മൊബൈലിൽ കണ്ടാൽ ഉണ്ടാകുന്ന ഒരു ഇമോഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഥയോ ഒക്കെയാണ്, അതിൻ്റെ ഒരു കഥയൊക്കെയാണ് മനസ്സിലാക്കുന്നതെന്നുണ്ടെങ്കിൽ സിനിമ കൂടുതലും തിയേറ്ററിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സൗണ്ടായാലും അതിൻ്റെ ഒരു വിഷ്വൽ ട്രീറ്റ് ആണെങ്കിലും കളറാണെങ്കിലും ഒക്കെ നമ്മൾ ഒരു സിനിമ തിയേറ്ററിൽ നമ്മളൊരു സിനിമ മിക്സ് ചെയ്യുന്നത് തിയേറ്ററിൽ നമ്മൾ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് കേൾക്കുന്നത് എന്നുള്ളതനുസരിച്ചായിരിക്കും നമ്മൾ മിക്സ് ചെയ്യുന്നത്. അതല്ല മൊബൈലിൽ ഇങ്ങനെ കാണുമ്പം രീതി അല്ല, അങ്ങനെ അതല്ല ഈ സൗണ്ട് ബാലൻസ് ചെയ്തിരിക്കുന്നത്. സൗണ്ട് എവിടെ നിന്നൊക്കെ കേൾക്കണമെന്ന് തോന്നുന്നത് അങ്ങനെയല്ല. അപ്പോൾ പിന്നെ ഇതിലേക്ക് വരുമ്പോഴത്തേ മോണായിട്ട് മാറുമ്പോൾ നമുക്ക് അതിൻ്റെ അനുസരിച്ചുള്ള പെർഫോമൻസ് ഉണ്ടാകും. വ്യത്യാസം ഉണ്ടാവില്ല. സാർ, ഒരു സംവിധായകനാകണമെന്ന് സാറിന് തോന്നി തുടങ്ങിയത് എന്താണ്? അതിന് ഉണ്ടായ ഒരു പ്രേരണ എന്തായിരുന്നു? എനിക്കൊരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ആഗ്രഹം തുടങ്ങിയ കാരണം ഞാൻ അവിടെ ഒരു തിരുവല്ലയിലെ ഒരു ദീപ തിയേറ്ററിന് അവിടെ ചേർന്നാണ് ഞാൻ എൻ്റെ വീട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സിനിമകളോടും തിയേറ്ററിനോടും സംവിധായകരോടും ഒക്കെ വളരെ കുഞ്ഞ് പ്രായം തൊട്ട് എൻ്റെ മനസ്സിലേക്ക് ഉണ്ടായിരുന്ന ഇവരൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വലുതാകുമ്പം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വലുതാകുമ്പോൾ ഒരു ഫിലിം മേക്കറാണ്. ആടുജീവിതത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ അതിന് സാറിനെ എത്ര പ്രകീർത്തിച്ചാലും നമുക്ക് മതി വരില്ല. സാർ, അത് ആ ഒരു ഇത് വായിച്ചപ്പോൾ ഉണ്ടായ അനുഭവം, അതിനെക്കുറിച്ച് ഒന്ന് പറയാം. ഞാൻ എൻ്റെ ആദ്യ വായന തന്നെ ഒരു സിനിമയ്ക്ക് പറ്റുന്ന ആണോ അല്ലെങ്കിൽ വിഷ്വൽ സാധ്യതയുള്ളതാണോ ഈ സിനിമ എന്നുള്ള രീതിയിലാണ് ഞാനിത് വായിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോന്നിനെയും സാധാരണ ഒരു പ്രേക്ഷകൻ്റെ വായനയേക്കാൾ ഉപരി അതിൻ്റെ വിഷ്വൽ സാധ്യതയും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് വായിക്കുന്നത്. അപ്പോൾ അത് നോക്കുമ്പോഴാണ് ഒരു മലയാളത്തിലെ ഏറ്റവും ഒരു മികച്ച അത്തരത്തിലുള്ള ഒരു വർക്കായിട്ട് തോന്നുന്നത്. അങ്ങനെ ഇതിലേക്ക് എത്തുന്നത് അതൊരു പരിധി ഏറ്റവും കൂടുതൽ സാറിനത് എഴുതാൻ സാധിച്ചിട്ടുണ്ട്. സംവിധാനം ചെയ്യുന്ന സമയത്ത് സാറ് നടന്മാർക്ക് സീന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. അത് എത്രത്തോളം സിനിമയ്ക്ക് ഉപകാരപ്പെടും? ഞാൻ നേരത്തെ അതിൻ്റെ ചെറുതായിട്ടൊന്ന് വിശദമായി പറഞ്ഞിരുന്നു. അല്ല, നമ്മളിപ്പം എൻ്റെ മനസ്സിൽ എന്താണ് ആ കഥാപാത്രത്തിനെ കുറിച്ച്, സംവിധായകൻ്റെ മനസ്സിലെന്താണ് ആ കഥാപാത്രത്തിനെ കുറിച്ച്
ബെറ്റ് വെച്ച് രാത്രി 10:30 സാറിനെ ഞാൻ ഫോൺ വിളിച്ചത്. അന്ന് മുതൽ അതിനു മുമ്പ് മുതലേ നമുക്ക് ആരാധനയുണ്ട് അങ്ങയുടെ അപ്പനെന്ന് വെച്ചാൽ ആ സമയത്ത് വിളിക്കുന്നത് ശരിയാണോ. എന്നിട്ട് സാർ എനിക്കത് സാറ് കിടന്നിട്ടുണ്ടായിരുന്നില്ല, ഭക്ഷണം കഴിച്ച് എൻ്റെ ദിലീപ് അത് ഇങ്ങനെയാണ് എന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നിന്നും പിന്നെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലേക്ക് ഫസ്റ്റ് ലൈഫിലേക്ക് എത്തി. ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ സിനിമ ഒരു ഷൂട്ട് ചെയ്യാൻ കുറച്ച് ഈസി ആയിട്ട് തോന്നിയിട്ടില്ല ഇപ്പോഴത്തെ ഒരു ടെക്നോളജി ബേസിൽ. അന്ന് അത്രയും എക്സ്ട്രാ ഇതൊക്കെ വെച്ചിട്ടാണ് ഇടയ്ക്ക് വെച്ചിട്ടാണ് സാർ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പം സാർ എങ്ങനെ നോക്കി കാണുന്നു അതിനെ? എൻ്റെ ഇതിന് മുമ്പുള്ള കളിമണ്ണിന് മുമ്പുള്ള പ്രണയം വരെയുള്ള എല്ലാ സിനിമകളിലും ഫിലിമിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഡിജിറ്റൽ ഷൂട്ടിങ് ചെയ്യുന്ന എൻ്റെ രണ്ടാമത്തെ സിനിമയാണിത്. അപ്പം സാങ്കേതികമായിട്ട് സിനിമ ഡിജിറ്റലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് മാറ്റവും വളർച്ചയും സാധ്യതകളും ഒക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഒപ്പം തന്നെ നമുക്ക് ലോ ലൈറ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഒക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം അതൊക്കെ അതിൻ്റെ സാധ്യതകളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമയും ഷൂട്ട് ചെയ്തത്. ഈ സിനിമയിൽ തന്നെ ആദ്യ സമയത്ത് ഉപയോഗിച്ച ക്യാമറയെക്കാട്ടും വീണ്ടും അഡ്വാൻസ് ആയിട്ടുള്ള മിനി LFLൊക്കെ വന്നു എന്ന് പറയുമ്പോൾ ഈ സിനിമയിൽ തന്നെ 2 ക്യാമറയാണ്, 2 പാറ്റേൺ ഓഫ് ക്യാമറയാണ് ക്വാളിറ്റി വൈസൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. അത് പക്ഷെങ്കിൽ ഇതിൻ്റെ ഓരോ ഷെഡ്യൂളുകളിലും വ്യത്യസ്തമായ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ആ രീതിയിൽ അത് മാച്ച് ചെയ്യപ്പെടുകയാണ്. സാറ് സിനിമയിൽ ചിലപ്പോൾ നമ്മളെല്ലാവരും ഓർഡറിലാണ് ഇപ്പോൾ ആദ്യത്തെ സീൻ ആയിരിക്കും എടുക്കുന്ന, അല്ലെങ്കിൽ കുറേ ചാർട്ട് ചെയ്യുമ്പോൾ സാറ് സിനിമ എടുക്കുന്ന രീതി എങ്ങനെയാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സിനിമ എടുക്കുന്ന രീതി മീൻസ് ഈ കഥാപാത്രങ്ങളുടെ കാര്യത്തിലല്ല ഞാൻ ചോദിച്ചത്, സാറിൻ്റെതായ റേഞ്ചിൽ എങ്ങനെയാണ് സാറ് സിനിമ എടുക്കുന്നത്? ഇപ്പോൾ ആദ്യത്തെ ചിലപ്പം അവസാനത്തെ സീനായിരിക്കും ചിലപ്പോൾ എടുക്കുക, ചിലപ്പം ഓർഡറിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ എങ്ങനെയാണ് സാറിൻ്റെ ഒരു? അല്ല, ഈ എല്ലാ സിനിമയ്ക്കും ഒരു പാറ്റേൺ കാണും. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് കൂടുതലും നമ്മൾ അതിൻ്റെ ഓർഡറിൽ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കുണ്ടാകുന്ന, ഈ കഥാപാത്രത്തിനുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷനുണ്ട്. അപ്പോൾ അതിൻ്റെ ശരീരത്തിൻ്റെ ഭാരം, മുടി, താടി, ഇതിൻ്റെയൊക്കെ വളർച്ച, ഇതൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് ഇത് ഓൾമോസ്റ്റ് ഒരു ഓർഡർ വേണമെങ്കിൽ എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ സാധാരണ സിനിമകൾ അങ്ങനെ സംഭവിക്കണമെന്നില്ല. സാർ ഈ പറഞ്ഞു ഞാൻ നേരത്തെ ചോദിച്ച സംഭാഷണങ്ങൾ ചെറിയ നോട്ടം കൊണ്ട് പോലും കൂട്ടിക്കൊണ്ട് വരുന്നതും ഈ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും അല്ലേ? ഈ കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ബ്ലെസ്സിയുടെ സ്വയം എങ്ങനെയാണ് അങ്ങനെയൊന്ന് വിലയിരുത്തുന്നത്? അതിനെക്കുറിച്ച് ഞാൻ കാഴ്ച മുതൽ ആടുജീവിതം വരെ എത്തി നിൽക്കുമ്പോൾ ഇപ്പോഴും ഞാനൊരു കാഴ്ചയുടെ ആദ്യ സിനിമയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഓരോ സിനിമയും എനിക്ക് ആദ്യ സിനിമ പോലെയാണ്. അപ്പോൾ അങ്ങനെ ഇതിനെ ഒരു വിലയിരുത്തുന്ന തരത്തിലേക്കൊന്നും ഞാനങ്ങനെ അതിനെ നോക്കി കാണുന്നില്ല. കാരണം ഇതെല്ലാം വിലയിരുത്തലുകൾ നടത്തേണ്ടത് ഞാനല്ല, കാരണം പ്രേക്ഷകരാണ്. കാരണം നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുക, നമുക്കിത് തോന്നുക ഭയങ്കര നന്നായി അല്ലെങ്കിൽ വലിയ മെച്ചമായി, അല്ലെങ്കിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ മോശമായിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ അനാവശ്യമായിട്ട് നമ്മുടെ മനസ്സിനെ തകർക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഏറ്റവും ഫ്രഷാകാനായിട്ട് ശ്രമിക്കുക. ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് ഒരുപാട് ദൂരം ഉണ്ടാവുക, അല്ലെന്നുണ്ടെങ്കിൽ വ്യത്യസ്തത പുലർത്താൻ ശ്രമിക്കുക. അപ്പോഴാണ് ഓരോ സിനിമയും മറ്റൊരു സിനിമയെക്കാട്ടും വ്യത്യസ്തമാകുന്നത്. വ്യത്യസ്തവും മികച്ചതുമാണല്ലേ ഒന്നിൽ നിന്ന്. ഇപ്പോൾ സാർ 18 വർഷത്തോളം അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. പക്ഷേ സാറ് ഇപ്പോൾ ഒരു കഥ രൂപപ്പെടുത്താനോ അപ്പോൾ ആ ഒരു കാലതാമസത്തിന് വേണ്ടിയിട്ടാണോ ഇപ്പോൾ ഒരു സിനിമ കഴിഞ്ഞൊരു ഗ്യാപ്പ് ഇടുന്നത്? നമുക്ക് അറിയില്ലല്ലോ. ഇപ്പം മാർച്ചിൽ റിലീസ് ചെയ്ത സിനിമ ഇപ്പം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഇപ്പം എത്ര 4-5 മാസമായില്ലേ? അപ്പം ഞാനിപ്പോഴും ഈ സിനിമയിൽ തന്നെ നിൽക്കുക, ആടുജീവിതത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഇപ്പം വേണ്ട 5 മാസമായി. അതിനിപ്പോൾ ഒരു 6 മാസം ആയാലും ഇതിനകത്ത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അടുത്തൊരു സിനിമയിലേക്ക് കയറാൻ അങ്ങനെയാണ് താമസം ഉണ്ടാകുന്നത്. ഈ ക്യാരക്ടർ ഇപ്പം
എന്താ പറയുക, ഒരു മലയാളത്തിൻ്റെ മർലിൻ ബ്രാൻഡോ, ശ്രീ ഇന്ത്യൻ സിനിമയുടെ അത്ഭുതം മോഹൻലാൽ സാറ്. അപ്പോൾ സാറിനോട് പേഴ്സണലായിട്ട് ചോദിക്കുന്ന ഒരു ഇതാണ്, ഒരു ഡയറക്ടർ ആക്ടറായിട്ടാണോ ഫീൽ ചെയ്തിരിക്കുന്നത്? കംപ്ലീറ്റ് ആക്ടറാണ്. അപ്പോൾ സാറിന് എങ്ങനെയാണ് സാറത് അദ്ദേഹത്തെ വിലയിരുത്തുന്നത്? നമുക്ക് ഒരു വളരെ അതുല്യനായ ഒരു നടനാണ് ലാലേട്ടൻ. കാരണം വളരെ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാനായിട്ട് വളരെ പ്രാപ്തിയുള്ള ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിനെ എന്നുള്ള പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ്. പക്ഷെ അതിനെ ആ രീതിയിൽ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുക അല്ല, ആ രീതിയിൽ അങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കൂടുതൽ തലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പം അത് നമ്മൾ പോസിറ്റീവായിട്ട് നല്ലതായിട്ട് വരുമെന്ന് തന്നെ വേണം കരുതാൻ. സാറിൻ്റെ ഇനി നമുക്കൊരു ഫാമിലിയിലേക്ക് കിടക്കാം. സാറിന് എന്താ പറയുക, സാറിൻ്റെ ഫ്രണ്ട്സ്, സാറിപ്പം താമസിക്കുന്നത് എറണാകുളത്താണോ അതോ തിരുവല്ല? ഞാൻ ഇപ്പോൾ കൂടുതൽ സമയത്തും ഓഫീസ് വർക്കുകളൊക്കെ എറണാകുളത്താണ്. അപ്പം വീക്ക് ഡേയ്സൊക്കെ എറണാകുളത്തായിരിക്കും. വീക്കെൻഡാണ് ഫാമിലി ആയിട്ട് തിരുവല്ലയിലുണ്ടാവുക. ഈ സാറ് വീക്കെൻഡിൽ ഉണ്ടാകുന്ന സമയത്താണ് അപ്പം ഫ്രണ്ട്സ് നാട്ടുകാരൊക്കെ ഒരുപാട് എന്താണ് പ്രധാന ഹോബി? ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ടോ കാര്യങ്ങൾ? എനിക്കങ്ങനെ ഒരു ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് പോകുന്ന ഒരാളല്ല. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ വരും, കാണും എന്നുള്ളതല്ല. മറ്റെന്തെങ്കിലും ക്ലബ് ആക്ടിവിറ്റീസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉള്ള ആളല്ല. ക്ലബ് ആക്ടിവിറ്റീസ് അങ്ങനെ അല്ല ഞാൻ ചോദിച്ചത്. പിന്നെ ഫാമിലിയെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഭാര്യയും 2 മക്കളാണ്. രണ്ടുപേരും ഒരാൾ പഠിത്തം കഴിയാറാവുന്ന MArch കഴിയുന്നു. രണ്ടാമത്തെ ആൾ പുതിയൊരു ബിടെക് കഴിഞ്ഞിട്ട് ഒരു MFAക്ക് US ജോയിൻ ചെയ്തു. സാറിൻ്റെ ഈ എന്താണ് സാറേ നെക്സ്റ്റ് പ്രോജക്റ്റ് എന്താണ്? അതിനെക്കുറിച്ച് അടുത്ത സിനിമയെക്കുറിച്ച് പറയാനായിട്ടില്ല. പറയാവുന്നതാണെങ്കിൽ അങ്ങനെ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അതുകൊണ്ടല്ല, അതിൻ്റെ ഒരു ഫൈനൽ കാര്യങ്ങളൊക്കെ ആവുന്നുള്ളൂ. സാറേ, തിരക്കഥയ്ക്ക് മേലെ ഒരു സംവിധായകന് എന്തൊക്കെ ചെയ്യാൻ പറ്റും സാർ? അല്ല, ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഏത് തലത്തിൽ വരെ എത്തണം, ഏത് രീതിയിൽ ഉയരണം എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനിക്കുന്ന ഒരാളോടാണ്. അപ്പോൾ അഭിനയത്തിൻ്റെ ആണെങ്കിലും ഷൂട്ട് ചെയ്യുന്ന ഷോട്ടുകളാണെങ്കിലും ഏത് ഷോട്ട് വയ്ക്കണം അല്ലെങ്കിൽ അടുത്ത ഷോട്ട്, ഇതിൻ്റെ മൊത്തം റീതം തീരുമാനിക്കുന്ന ഒരാളാണല്ലോ. നിങ്ങൾ പ്രഷർ കാണുന്ന എല്ലാ കാര്യങ്ങളെയും, ഇപ്പം കഥ വേറൊരാളുടെ ആയിരിക്കാം, തിരക്കഥ വേറൊരാളുടെ ആയിരിക്കാം. പക്ഷേ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ച അത് എത്ര നേരം ആ ഷോട്ട് നിൽക്കണമെന്ന് വരെ, അല്ലെങ്കിൽ ലാഗാകുമോ അല്ലെങ്കിൽ ലാഗാതെ ഇരിക്കുമോ. അപ്പോൾ ഇങ്ങനെ അയാളുടെ നേരത്തെ വെച്ചാൽ ഒരു ക്ലോസപ്പ് വേണോ, അല്ലെന്നുണ്ടെങ്കിൽ കൈയുടെ ഒരു ഷോട്ട് വേണോ, ഇതെല്ലാം എടുത്തു വെച്ചാൽ പോലും വേണമെങ്കിൽ എടുത്തു വെക്കേണ്ടത് അയാൾ തന്നെയാണ്. എടുത്തു വെച്ചാൽ പോലും എത്ര സമയത്തൊക്കെ ഇടണം, എവിടെ ഇടണം, എവിടെ എഡിറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ അങ്ങനെയാണല്ലേ എല്ലാ സിനിമയുടെ എല്ലാ വിഷയങ്ങളും തീരുമാനിക്കുന്ന ഒരാൾ സംവിധായകൻ തന്നെയാണ്. അല്ല, പർട്ടിക്കുലറായിട്ട് ഞാൻ എല്ലാ വശങ്ങളിലും ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. സാറ് ഇപ്പം ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ ആവർത്തന വിരസത വരുത്തുന്നില്ല. സാറ് ഒരു സീൻ ഒരു ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പം ഏത് സീൻ, ഇപ്പോൾ ഇത് എന്താ പറയുക, ആടുജീവിതം ഓർഡറിലാണ് ചെയ്തതെന്ന് പറഞ്ഞു. എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു സീൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്? എല്ലാം ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞു, എന്നാലും സാറിൻ്റെ ഒരു നമ്മളെ തന്നെ അങ്ങനെ നോക്കിയാലല്ലോ. നമ്മളിപ്പം ഒരു സിനിമ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വേറൊരാൾ പറഞ്ഞല്ലേ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ സാറിൻ്റെ ഒരു ആരാധകൻ കൂടിയാണ്. അപ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ. സാർ ഒരു ദിവസം ഏകദേശം എത്ര സീൻ? ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പം ഒരു ദിവസം ഒരു ഷോട്ട് എടുത്ത ദിവസമുണ്ട്, ഒറ്റ ഷോട്ട് വെറുതെ ഇരിക്കുമല്ലോ. പക്ഷെ അതിനായിട്ട് വെയിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു സാധനം കിട്ടാൻ വേണ്ടല്ലേ. ആടുജീവിതത്തിൻ്റെ അവാർഡിൻ്റെ എന്താ പറയുക, നല്ലൊരു
ചിത്രത്തിന് നല്ലൊരു നടൻ്റെ അവാർഡ് നേടിക്കൊടുത്ത ആടുജീവിതത്തിൻ്റെ സംവിധാനം ശ്രീ ബ്ലെസ്സാറാണ് ഇത്രയും സമയം നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. ഈ ഒരു സുദിനത്തിൽ അദ്ദേഹത്തിന്, ബ്ലെസ്സാറിന് എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. You are watching India's first NGO television, Malanadu TV India.